ദിവ്യകാരുണ്യനാഥ, പുതിയൊരു ദിനം കൂടെ നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ജൂലൈ 28 തിങ്കളാഴ്ച, വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ. ആ നല്ല വിശുദ്ധയുടെ മാതൃക പിഞ്ചെല്ലാൻ വേണ്ട കൃപ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 24 ധ്യാനിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഗ്രീക്കുകാർ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു വരുമ്പോൾ അവിടുന്ന് മറുപടിയായി നൽകുന്ന വചനം, സഹനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈശോയ്ക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് അത് ഉപയോഗിച്ചില്ല. തൻ്റെ സഹനം മനുഷ്യരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ നമുക്കും പ്രലോഭനങ്ങളുണ്ടാകും. കുടുംബഭാരങ്ങളിൽ നിന്ന്, ജോലി ഭാരങ്ങളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന്, പരിഹസിക്കപ്പെടുന്ന, അപമാനിതരാക്കപ്പെടുന്ന അവസരങ്ങളിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ നമുക്ക് തോന്നും. പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ചിലരെല്ലാം അപ്രകാരം ചെയ്യുന്നതും നാം കാണാറുണ്ട്. വിശുദ്ധ അൽഫോൺസമ്മ നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്നു. എത്ര സഹിച്ചിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും പിന്നെയും പിന്നെയും കർത്താവിനോട് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ട്. ദിവ്യനാഥ, സഹനങ്ങളിൽ നിന്നും ഓടി ഒളിക്കാതെ വിശുദ്ധ അൽഫോൺസമ്മയെപ്പോലെ സന്തോഷത്തോടെ അവയെ ഉൾക്കൊണ്ട് സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധ അൽഫോൺസയുടെ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.